പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മെയ് മാസം 26-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിന്റെ 4-ാമത്തെയും അവസാനത്തെയും വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ വിശുദ്ധ ദിനം ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ബലപ്പെടുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 23-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് 23 നാം ഇങ്ങനെ വായിക്കുന്നു: പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. എബ്രായ ലേഖന കർത്താവ് ആരാണ് എന്നുള്ളത് ഇന്നും ക്രൈസ്തവ ലോകത്ത് പല ചിന്തകൾക്കും വാഗ്വാദങ്ങൾക്കും സംശയങ്ങൾക്കും ഇടനിൽക്കുന്നു. ആരെ എന്നുള്ളതിനേക്കാൾ ഉപരിയായി അതിൻ്റെ പ്രമേയം, യേശുക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി എത്രയോ ശ്രേഷ്ഠവും ഉന്നതവുമാണ്. ഈ എബ്രായർ 10-ാം അധ്യായത്തിൽ യേശു തന്റെ ദേഹമെന്ന തിരശീല കീറിക്കൊണ്ട് നമുക്കേവർക്കും ഏത് സമയത്തും കാലഭേദം കൂടാതെ സമയഭേദം കൂടാതെ പിതാവിന്റെ അടുക്കൽ ചെല്ലുവാനുള്ള അനുവാദവും അവകാശവും അധികാരവും തന്ന ശ്രേഷ്ഠമായ ആ ഒരു വലിയ ദൈവിക പദ്ധതിയെ വ്യക്തമാക്കി കാണിക്കുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും എന്തു ചെയ്യണം? പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലണം. കാരണം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. പ്രിയ ദൈവമക്കളെ, എന്നോടും നിങ്ങളോടും ദൈവം ചെയ്ത വാഗ്ദത്തം അത് നിവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിക്കണം. എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശ പലപ്പോഴും പോയിപ്പോകുന്ന ഒരു ലോകത്തിലും കാലഘട്ടത്തിലുമാണ് നാം ജീവിക്കുന്നത്. കാരണം ഇന്ന് നാം നമ്മുടെ ചുറ്റുപാടും സമൂഹത്തിലും നോക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ആരാധന മുടങ്ങാതെ പങ്കുചേരുന്ന ദൈവമക്കളെക്കാൾ ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ദൈവ വഴിവിട്ട് ജീവിക്കുന്ന നമ്മുടെ കണ്ണിന് മുമ്പിൽ അനേകം നമ്മളെക്കാട്ടിൽ എത്രയോ ലോകപ്രകാരം നല്ല നിലയിൽ ജീവിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം, ഉയർന്ന ജോലി, വിദേശ യാത്രകൾ, ആരോഗ്യകാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ, ഇവയെല്ലാം നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നു. നല്ലത് തന്നെ, എല്ലാവർക്കും നന്മ വരട്ടെ. പക്ഷേ പലപ്പോഴും ഒരു പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് അറിയാതെ ഒരു ചോദ്യചിഹ്നം ഉള്ളിൽ ഉയരുന്നു. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ഉപവസിച്ചിട്ടും എന്റെ ആരോഗ്യ കാര്യങ്ങൾ ഇന്നും സ്റ്റേബിൾ അല്ല. ഒന്ന് മാറി ആശുപത്രിയിൽ നിന്നും ഇറങ്ങാൻ സമയമില്ല. വീട്ടിലെ ഒരാള് കഴിയുമ്പോൾ അടുത്ത ആൾ, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്. ജോലിയിൽ ഒരു പ്രശ്നം മാറുമ്പോൾ മറ്റൊരു പ്രശ്നം, ഘോഷയാത്ര പോലെ ഒന്നൊന്നായി എന്റെ പിന്നാലെയുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യം, പോകുന്നിടത്തൊന്നും ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ഉറപ്പില്ല. അത് വിദ്യാഭ്യാസത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും. വിവാഹപ്രായം കഴിഞ്ഞു, ഒരു നല്ല വിവാഹാലോചന വരുന്നില്ല, വന്നാൽ അത് സെറ്റിലാകുന്നില്ല.
വാഹനം, അടിക്കടി ചെറിയതും വലുതുമായ അപകടങ്ങൾ. ഒരു മാസം അവസാനിക്കുമ്പോൾ നല്ല ശമ്പളം അഥവാ നല്ല റവന്യൂ വീട്ടിലുണ്ട്, പക്ഷേ ഈ പണം എങ്ങോട്ട് പോകുന്നെന്ന് അറിയുന്നില്ല. യാതൊരു ദുർവ്യയവും നടത്തുന്നില്ല, പക്ഷേ കയ്യിൽ ഒരു മാസം 10-15 കഴിഞ്ഞാൽ 1 രൂപ പോലും എടുക്കാനില്ല. എന്നും മനപ്രയാസത്തിന് മാത്രമേ സമയമുള്ളൂ. ഉള്ളു തുറന്ന് ചിരിച്ചിട്ട് നാളുകളായി, ഒരു സന്തോഷവുമില്ല. കുഞ്ഞുങ്ങളുടെ പുറത്തു നിന്നുള്ള ഫോൺ കോളുകൾ വരുന്നത് നിരാശയ്ക്ക് വഴിതെളിക്കുന്നു. എന്താണ് എനിക്കിങ്ങനെ? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു? ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്ന ചിലരെങ്കിലും ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ടാവാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതിനൊക്കെ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. നമ്മളെ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിക്കുക. എന്നെയും നിന്നെയും പോറ്റാം, പുലർത്താം, വഴി നടത്താം എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. മേൽ പ്രസ്താവിക്കപ്പെട്ടതൊക്കെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അവസ്ഥയായിരിക്കാം. അത് സത്യം തന്നെയാണ്. നിന്നെയും പരിഹാസവും ദുഷിയും പ്രതികൂലവും പ്രതിസന്ധിയും നമ്മളെ വേട്ടയാടുന്നു. ഒരു ഭവനം ചമയ്ക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി 5 വർഷമായി ഇതുവരെ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വസ്തു മേടിക്കുവാൻ അഡ്വാൻസ് കൊടുത്തിട്ട് അത് പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല. ഇങ്ങനെ നീണ്ടുപോകുന്നു നമ്മുടെ ലിസ്റ്റ്. എന്നാൽ ഈ വിശുദ്ധ ദിനം അതിരാവിലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു, ദൈവ പൈതലേ, ഇങ്ങനെയുള്ള വിഷയത്തിൽ നീ മനം കലങ്ങരുത്, നിരാശപ്പെടരുത്, പിറുപിറുക്കരുത്, പിൻപോട്ട് പോകരുത്. നിന്റെ ജോലിയിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ആരോഗ്യത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സാമ്പത്തികത്തിൽ, നിന്റെ തലമുറയിൽ നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിൽ നീ ആഗ്രഹിക്കുന്ന സമയത്ത് നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വിജയം, ഒരു വിടുതൽ, ഒരു മുന്നേറ്റം, ഒരു പൂർണ്ണത ഉണ്ടാകാത്തതിനാൽ സങ്കടപ്പെടരുത്, ചോദ്യം ചോദിക്കരുത്, ഒരടി പിന്നോട്ട് പോകരുത്. പ്രാർത്ഥനയോടെ എന്റെ ദൈവം വിശ്വസ്തനാണ്, നിശ്ചയമായും എനിക്കവൻ ചെയ്തു തരും. അബ്രഹാമും സാറയും, അതെ, അവർ വിശ്വാസത്തിൽ മടുപ്പില്ലാതെ ആശയ്ക്ക് വിരോധമായി ആശയോടെ കാത്തിരുന്നത് കൊണ്ട്, അതെ, അബ്രഹാമിന്റെ 100-ാമത്തെ വയസ്സിൽ, സാറയുടെ 90-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം ചെയ്ത സന്തതിയെ കരങ്ങളിലേന്തി സ്തോത്രം ചെയ്യുവാൻ ഇടയായതുപോലെ ഈ വിശുദ്ധ ദിനം അതിരാവിലെ ദൈവത്തിന്റെ ആത്മാവിനാൽ കർത്തൃദാസനായി നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ ദിനം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവകൃപയോടെ മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാ നന്മകളാലും നിങ്ങളെ നിറക്കട്ടെ. ഏതുവിധ വിഷമ അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നത്, അത് തമ്പുരാന്റെ അടുക്കൽ ഇറക്കി വെച്ച് സ്തോത്രം ചെയ്തിട്ട് ഇങ്ങനെ പറയുക, വാഗ്ദത്തം ചെയ്ത എന്റെ ദൈവം വിശ്വസ്തനാണ്, ഞാനത് വിശ്വാസ കണ്ണാൽ സ്തോത്രം ചെയ്യുന്നു. നിശ്ചയമായും നിങ്ങൾക്കത് ലഭിച്ചിരിക്കും. കാരണം വചനം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ. അതെ, ഈ വിശുദ്ധ ദിനം ആ വചനത്തിൽ അടിയുറച്ച് വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ച് വാഗ്ദത്തം ചെയ്ത ദൈവം അത് നടത്തിത്തരും, വിശ്വസ്തൻ എന്ന് എണ്ണിക്കൊണ്ട് പ്രാർത്ഥനയോട് ചുവടുവെക്കുക. സ്വർഗത്തിലെ ദൈവം നിശ്ചയമായും നമ്മുടെ കാര്യം നിർവഹിക്കും. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ അവസാനത്തെ വിശുദ്ധ ആഴ്ചയിലേക്ക് ഞങ്ങളെ ഇവിടുന്ന് പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം. ഈ മാസത്തിന്റെ അവസാനത്തെ വർക്കിംഗ് ദിനങ്ങളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വേദനകളും പ്രശ്നങ്ങളും വിഷയങ്ങളും
ഭാരങ്ങളും ഒക്കെ ഉണ്ട്. പലപ്പോഴും ഞങ്ങൾ പിറുപിറുക്കുന്നവരാ, ചോദ്യം ചോദിക്കുന്നവരാ, വിശ്വാസത്തിൽ തളർന്നു പോകുന്നവരാ. എന്നാൽ ഇന്ന് എബ്രായ ലേഖന കർത്താവ് വളരെ ശക്തമായി ഞങ്ങളോട് അവിടുന്ന് ഇടപെട്ടല്ലോ. ഞങ്ങൾ ഒരിക്കലും വിശ്വാസത്തിൽ മടുക്കാതെ, ഞങ്ങൾ വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊണ്ട്, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്ന് എണ്ണിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്ര കഴിപ്പാൻ ഇടയാക്കണമേ. ഈ ദൈവവചനം കേൾക്കുന്ന പ്രായഭേദമന്യേ എല്ലാ നിന്റെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഇന്നത്തെ വാഗ്ദത്ത വചനം ഞങ്ങൾക്കൊരു വലിയ മുതൽക്കൂട്ടായി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഭവിപ്പാൻ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണം. സ്വർഗം പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ജീവിതത്തില് ഒരു പുതുക്കത്തിന്, ഒരു പുതിയ തീരുമാനത്തിന്, ഒരു പുതിയ ഉന്മേഷത്തിന് കാരണമാവട്ടെ. അങ്ങനെ പ്രാർത്ഥനയോടെ മുന്നേറി വിശ്വാസത്തിൽ സ്ഥിരത കൊണ്ട് പ്രത്യാശയിൽ അടിയുറച്ച് വാഗ്ദത്തം ചെയ്ത എന്റെ ദൈവം നിശ്ചയമായും എനിക്ക് ചെയ്തു തരും എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. സർവകൃപാലുവായ ദൈവം നമ്മ ഏവരെയും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.